എന്തൊരു വേദന, എന്തൊരു കാത്തിരിപ്പ്. വേണു, എനിക്ക് ജീവിതം മടുത്തു. ആ ജഗ്ഗു എന്നെ ചതിച്ചു. അവൻ ഒറ്റപ്പെടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ കുടുങ്ങിയത്. ആ സാരമില്ല, അവന് ഞാൻ നല്ല സമ്മാനം കൊടുത്തു. ഈ തീക്കളി നമ്മൾ എത്ര നാൾ തുടരും? എന്നാണ് നമ്മൾ നമ്മുടേതായ ഒരു ജീവിതം തുടങ്ങുന്നത്? മിസ്റ്റർ വേണു മനസ്സ് വെച്ചാൽ എന്ന് വേണമെങ്കിലും ആ ജീവിതം ആരംഭിക്കാം. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ബാത്റൂമിൽ നശിച്ച ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ആ കഴുകന്റെ കണ്ണുകളെ ഭയന്നാണ് ഞാൻ മിസ്റ്റർ വേണുവിനെ വിഷ് ചെയ്യായിരുന്നത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ പോയി ഡ്രസ് മാറിയിട്ട് വരാം. മിസ്റ്റർ വേണു, ഒരു നല്ല അവസരം വീണ്ടും വരുന്നു. പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? വായനയിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല സാറിന് അറിഞ്ഞൂടെ. ഒരു വലിയ സൈക്ലോൺ അറേബ്യൻ കടലിൽ ഉടനെ തന്നെ കേന്ദ്രീകരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ബാങ്ക് കൊള്ളയ്ക്ക് പേമാരിയും കൊടുങ്കാറ്റും സഹായകരമാണ്. വീണ്ടും അപകടത്തിൽ ചാടാനാണോ ഭാവം? ലുക്ക് ലില്ലി, യു ആർ എ മോഡേൺ ഗേൾ. അടുക്കളയിൽ കഴിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ഭാഷയിൽ നീ സംസാരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഒരു നല്ല അത്തിവാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ലില്ലി, എല്ലാം വിട്ടെറിഞ്ഞ് വളരെ വളരെ അകലെ പോയി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. അതിന് പണം വേണ്ടേ? അതിന് ആയിരങ്ങളോ പതിനായിരങ്ങളോ പോരാ, ലക്ഷങ്ങൾ തന്നെ വേണം. സമയം അനുകൂലമാകട്ടെ. ഏതായാലും ബാങ്കിൽ വിരുന്നുകാരനായി പോകുന്ന കാര്യം ഞാൻ ഏറ്റു. വെരി ഗുഡ് മൈ ബോയ്. ഒറ്റന്മാരോട് എനിക്ക് ബഹുമാനമാണ്. വെൽ, ഹാവ് എ ഗുഡ് ടൈം. ചിയേഴ്സ്.